അയാൾ അങ്ങനെ ഈ സേറൻ ചന്ദ്രശേഖരനും ഈ പത്മിനിയോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ACPയും സംഘവും കൂടിയിട്ട് ഈ കണിമംഗലത്തേക്ക് അങ്ങ് കയറി വരുന്നത്. അപ്പോൾ തന്നെ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് അവർ അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ACPയും സംഘവും കൂടി കയറി വരുന്ന സമയത്ത് തന്നെ അവരുടെ കൂടെ ഈ ജോൺസൻ്റെ ഫാമിലിയുണ്ട്, ഈ ചന്ദ്രികയുണ്ട്, അതുപോലെ വരുണും രാധികയും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടിയിട്ട് അങ്ങ് കയറി വരികയാണ്. അപ്പോൾ ACPയും സംഘം നേരെ ഇവരുടെ റൂമിലേക്ക് അങ്ങ് കയറി വരുന്നുണ്ട്. എന്നിട്ട് നേരെ സേറയുടെ അടുത്ത് വന്നിട്ട് സേറിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ തന്നെ സേർ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് കാര്യത്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് വരുണും രാധികയും കൂടിയിട്ട് റൂമിലേക്ക് അങ്ങ് കയറി വരുന്നുണ്ട്. എന്നിട്ട് രാധിക പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയതിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ തന്നെ ഈ വരുണും പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു തെറ്റ് ഞങ്ങളോട് ചെയ്തതിന് അതിനുള്ളൊരു ശിക്ഷയെങ്കിലും നിങ്ങൾക്ക് കിട്ടണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ സേറെ ACPനോട് അങ്ങ് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഞാൻ മുന്നേ തന്നെ കേട്ടിരുന്നു വരുണിൻ്റെ രാധികയുടെ ഒരു കളിപ്പാവയാണ് ACP എന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഇവരെല്ലാം പറഞ്ഞ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ നോക്കുകയാണല്ലേ. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഞാനാണ് ഈ തെറ്റ് ചെയ്തത് എന്നുള്ളതിന്? ആദ്യം അതെങ്കിലും പറ, എന്നിട്ട് മതി അറസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ തന്നെ ചന്ദ്രശേഖരനും പറയുന്നുണ്ട്, അത് ശരിയാണ് സർ, അവൾ ചോദിച്ചത് ന്യായമായ കാര്യം തന്നെയാണ്. ഇവളാണ് ഈ തെറ്റൊക്കെ ചെയ്തത് എന്നുള്ളതിന് വല്ല തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇവളാണ് ആ വിഷം കലർത്തിയതിൻ്റെ തെളിവ് എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് പോരെ അറസ്റ്റ് എന്നൊക്കെ ഇവർ രണ്ടുപേരും ഇവരോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ACP ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് താഴേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ താഴേക്ക് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്തൊന്നും ഇവർക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവരെ കൂടെ താഴേക്ക് അങ്ങ് പോകുന്നു. വരുണിൻ്റെ രാധികയുടെ മുഖത്തൊക്കെ ഒരു ചെറിയൊരു ചിരിയുണ്ട്. കാരണം ഇവർക്ക് അറിയാം അവരുടെ കയ്യിൽ തെളിവുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇവരിങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഈ സേറ നേരെ കാണുന്നത് മുറ്റത്ത് ജോൺസൻ്റെ ഫാമിലിയുണ്ട്, അതുപോലെ ചന്ദ്രികനെ അങ്ങ് കാണുകയാണ്. അവർ രണ്ടുപേരെ അങ്ങ് കാണുന്ന സമയത്ത് ഇവർക്ക് ചെറിയൊരു പരുക്കൊക്കെ അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഈ ACP നേരെ ഇവരെ അങ്ങ് കാണിച്ചു കൊടുത്തിട്ട് സാറിനോട് പറയുന്നുണ്ട്, ഇവരെക്കാട്ടിലും വലിയ തെളിവ് ഇനി നിങ്ങൾക്ക് വേണോ എന്നങ്ങ് ചോദിക്കുകയാണ്. ആ സമയത്ത് സേറ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലുള്ള ആ ഫോൺ എടുത്തിട്ട് അങ്ങ് കോൾ ചെയ്യാണ്. അപ്പോൾ ആ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ACP വന്നിട്ട് ഫോൺ അങ്ങ് പിടിച്ചങ്ങ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് വരെ നിങ്ങളുടെ ഫോൺ അങ്ങ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ACP നേരെ ഈ ജോൺസൻ്റെ അടുത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ജോൺസാ നീ ഇന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പറയുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ജോൺസൺ പറയുന്നുണ്ട്, സർ ഈ സേറ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാണ്, പ്രത്യേകിച്ച് കണക്ഷനൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ജോൺസനോട് ഈ ACP ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ മുന്നേ ഒരു കോൺടാക്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇല്ല ഞങ്ങൾ യാതൊരുവിധ കോൺടാക്റ്റും ഇല്ലായിരുന്നു. പക്ഷേ ഇവർ ഇപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് അങ്ങ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് മോൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ, അതിനുള്ള എല്ലാ ചിലവുകളും ഞങ്ങൾ വഹിച്ചോളാം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അതിൽ ഞങ്ങൾ വിശ്വസിച്ച് പോയതാണ് ഇവരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ജോൺസൻ്റെ വൈഫും പറയുന്നുണ്ട്, ഞങ്ങൾ പാവങ്ങളല്ലേ സർ, അതുകൊണ്ട് അവരെല്ലാ ചിലവുകളും നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങ് വീണ് പോയതാണ്. മോൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് വീണ് പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ACP നേരെ ഈ ചന്ദ്രികയുടെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രികനോടും ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് പറയുക എന്നൊക്കെ പറയുമ്പോൾ ഈ ചന്ദ്രിക പറയുന്നുണ്ട്, ഞാനാണ് ആ ഭക്ഷണത്തിൽ വിഷം കലർത്തിയത്, എൻ്റെ കയ്യിലേക്ക് ആ ഒരു വിഷക്കുപ്പി തന്നത് ഈ സേറാമ്മയോടാണ്, സേറാമ്മയോടം പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ തന്നെ സേറ ഇടീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം ഈ ചന്ദ്രികനോടൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സേർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് വെറുതെ അഭിനയിപ്പിച്ച് എന്നെ കുറ്റക്കാരിയാക്കാൻ നോക്കുകയാണ് എന്നങ്ങ് പറയാണ്. അപ്പോൾ ACPക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ ACP ഇതെല്ലാം ഒത്തു കളിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ACP നേരെ ഈ സേറയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്ന് പറഞ്ഞത് കുറ്റം ചെയ്ത ആൾ ന്യായം പറഞ്ഞിട്ട് ആ തെറ്റ് മറച്ചു വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്ന കാര്യം. അതുകൊണ്ട് ഇനി എങ്ങാനും ഇവിടുന്ന് വായിട്ട് അലച്ചാൽ നിന്നെയൊക്കെ ചവിട്ടി കൂട്ടി നിൻ്റെ ഈ ഷേപ്പ് അങ്ങ് മാറ്റി കളയും ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സേറ നേരെ ഈ രാധികനോട് അങ്ങ് പറയുന്നുണ്ട്, ഇടി ഇപ്പം നീ ജയിച്ചു എന്ന് വിചാരിച്ചോ, പക്ഷേ ഇതിനെല്ലാം പകരം വീട്ടിയിരിക്കും ഞാൻ, ഇതിനെല്ലാം ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ നന്നായിട്ട് നിനക്ക് പകരം വീട്ടിയിരിക്കും, അപ്പോഴാണ് നമ്മൾ തമ്മിലുള്ള യഥാർത്ഥ ഗെയിം അങ്ങ് തുടങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജോൺസൻ്റെ വൈഫ് വന്നിട്ട് ഈ സേറയുടെ മുഖം നോക്കി ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ എല്ലാവരെയും കൊല്ലാൻ നോക്കിയിട്ട് ഇവിടെ നിന്ന് ന്യായം പറയുന്ന കൊണ്ടുപോകും സാറേ ഇവളെ ഇവിടുന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ACPനോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ACP ബാക്കിയുള്ള പോലീസുകാരോടൊക്കെ ഇവളെ അങ്ങ് അറസ്റ്റ് ചെയ്യാൻ പറയാണ്. അപ്പോൾ അവളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നേരെ ഈ ACP ഈ ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, അല്ല ഈ സേറയുടെ കെയർ ടേക്കറും കൂടി ഇനി അങ്ങ് ഞങ്ങളുടെ കൂടെ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെയും കൂടി അങ്ങ് അറസ്റ്റ് ചെയ്യണം. അപ്പോൾ ചന്ദ്രശേഖരനെ സേറെ ഒരുമിച്ച് അങ്ങ് അറസ്റ്റ് ചെയ്ത് ആ വണ്ടിയിലേക്ക് അങ്ങ് കയറ്റാണ്. അപ്പോൾ അത് കയറ്റി കഴിഞ്ഞതിന് ശേഷം ഈ ജോൺസണും അവരുടെ ഫാമിലിയും കൂടി ACPനോട് ഇങ്ങനെ നന്ദിയൊക്കെ പറയുന്നുണ്ട്, നന്ദി സേറെ ഞങ്ങൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ അതേ സമയത്ത്
ഈ ACP ചന്ദ്രികനോട് കൂടിയായിട്ട് അങ്ങ് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തതൊരു വലിയ കാര്യം തന്നെയാണ്. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ അത് തിരുത്താനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ. അങ്ങനെ ഒരു തെറ്റ് മനസ്സിലാക്കി അതൊന്ന് തിരുത്താനുള്ള ശ്രമം നടത്തിയാൽ മാത്രമേ നിങ്ങളുടെ മനസ്സൊന്ന് വളരുള്ളൂ, നിങ്ങളുടെ ഒരു മനുഷ്യത്വം വളരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ചെയ്ത ആ കാര്യത്തിന് അങ്ങ് മഹത്വവൽക്കരിച്ച് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു ചെറിയ സന്തോഷമൊക്കെ വരാണ്. അപ്പോൾ ജോൺസൻ്റെ വൈഫ് ഈ ചന്ദ്രികയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, വാ ചേച്ചി വാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ ACPയും കൂടിയിട്ട് അവരോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇനി പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ആ ACPയും കൂടിയിട്ട് അങ്ങനെ അവരെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഈ വരുണും രാധികയും കൂടിയിട്ട് നമ്മുടെ പരമേശ്വരനോടും പത്മിനോടും കൂടിയിട്ട് അങ്ങ് പറയുന്നുണ്ട്, അച്ഛാ നിങ്ങളുടെ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് ഒന്നും സംഭവിക്കാതിരുന്നത്, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അപ്പോൾ തന്നെ ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, എന്നാലും സൂക്ഷിക്കണം, അവർ ഭയങ്കര വിഷവിത്തുകളാണ്, അവർ പ്രതികരിക്കും, അതൊരു പ്രതികാരം വീട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കണം, അവരെന്താണ് ചെയ്യുക പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഇവർക്കൊരു വാണിങ്ങും കൂടി അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ ഒരു പ്രതികാരം ഇനി വരാനുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ അവർ നിൽക്കുന്നുണ്ട്. പിന്നെ ആശ്രമത്തിൽ ആ ശ്യാമ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ നോക്കിയിട്ട് ഈ ഊർമിളയുണ്ട്. അപ്പോൾ ഈ ഊർമിള ആരും കാണാതെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഈ ബെഞ്ചമിൻ അങ്ങ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ബെഞ്ചമിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ബെഞ്ചമിൻ ഞാൻ നിങ്ങളുടെ ദ ഗ്രേറ്റ് സിംഗറായിട്ടുള്ള ഈ ശ്യാമിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ ചോദിക്കുന്നുണ്ട്, എന്ത് ടെസ്റ്റാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയാം, അവൾക്ക് മെമ്മറി ഇനി ഒരിക്കലും തിരിച്ചു വരില്ലേ, അതോ അവളുടെ മനസ്സിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ വിജയിച്ചിട്ട് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങ് നിനക്ക് തിരിച്ച് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഊർമിള വേഗം ഒരു ടൈപ്പ് റെക്കോർഡ് എടുത്തിട്ട് ആ ഒരു ശ്യാമയുടെ റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവളുടെ ആ ഒരു പാട്ട്, ശ്യാമയുടെ തന്നെ ഒരു പാട്ട് അങ്ങ് പ്ലേ ചെയ്യാണ്. അപ്പോൾ ഒരു മകളെക്കുറിച്ചുള്ളൊരു പാട്ട് അങ്ങ് പ്ലേ ചെയ്തിട്ട് അവരങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ പാട്ട് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഈ ശ്യാമ ആ പാട്ട് അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു ടേബിളിൽ വെച്ചിരിക്കുന്ന ടൈപ്പിൻ്റെ അടുത്തേക്ക് അങ്ങ് ഈ ശ്യാമ പോവുകയാണ്. എന്നിട്ട് ആ പാട്ടിൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്നിട്ട് ആ പാട്ട് അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഊർമിള അങ്ങ് നോക്കി കാണാണ്, ഇവരുടെ പ്രതികരണം എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ഈ പാട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പാട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഊർമിളയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ഈ പാട്ട് ആരാ പാടിയത്, നല്ല പാട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്, ഈ പാട്ട് പാടിയ ആളുടെ പേരൊന്ന് പറഞ്ഞു തരണട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഊർമിള ഓക്കെ എന്നിങ്ങനെ തലയാട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ശ്യാം ഇങ്ങനെ മനസ്സിലും ഇങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നല്ല പാട്ട് നല്ല പാട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ആ ഒരു ലോകത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഊർമിള ഇങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട്, ബെഞ്ചമിൻ നീ ഒരു വലിയ ആൾ തന്നെയാണ്, കാരണം ഇനി ഈ ശ്യാമക്ക് അവരുടെ മെമ്മറി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, അവരുടെ മനസ്സിൽ പോലും ഇപ്പോൾ ഈ ശ്യാമ ഇല്ല, അവരുടെ മനസ്സിൽ വരെ അവർ ഈ ശ്യാമ എന്നുള്ള വ്യക്തി മരിച്ചിരിക്കുകയാണ്, ഇപ്പോൾ ഉള്ളത് ആകെ ഏഞ്ചൽ മേരി എന്നുള്ള ആ ഒരു നാമം മാത്രമാണ് ഇവർക്ക്, ബാക്കിയെല്ലാം ഇവർ മറന്നു പോയിട്ടുണ്ട്, നീ വിജയിച്ചിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവർ മനസ്സിലങ്ങ് വിചാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ആറ്റുവാശ്ശേരിയിൽ വരുന്ന രാധികം കൂടിയിട്ട് നമ്മുടെ മുത്തശ്ശിനോടും അതുപോലെ തന്നെ യശോദനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ യശോദ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും എന്ത് പിശാചുക്കളാണ് അവരെ നന്നായിട്ട് സൂക്ഷിക്കണം, അവരിനി എന്താ ചെയ്യുക പറയാൻ പറ്റില്ല, ഇത്രയും ക്രൂരതയൊക്കെ നമ്മളോട് എന്തിനാണ് അവർ ചെയ്യുന്നത്, അവർക്ക് ഇനി ചന്ദ്രശേഖരൻ്റെ കൂടെ അങ്ങനെ നിന്ന് അവരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് സഹായിച്ച് ജീവിച്ചാൽ പോരെ, എന്തിനാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നത്, നമ്മളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്, ഇത്ര വലിയ ക്രൂരതകൾ എന്തിനാണ് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവൻ വരുന്ന രാധികയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അവരെന്തായാലും ഇനി വെറുതെ ഇരിക്കുന്നൊന്നും തോന്നുന്നില്ല, അവരെന്തായാലും പ്രതികരിക്കും, എന്തെങ്കിലും കാരണം കൊണ്ട് അവർ ഇനിയും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ശല്യം ചെയ്തു വരും, അപ്പോൾ അതിന് എന്തായാലും മുൻകരുതലെടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പറ്റി ഇങ്ങനെ ഇവർ ചെയ്ത ആ ക്രൂരതകളെ പറ്റിയൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ മുത്തശ്ശി വേറെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാധിക ഇങ്ങനെ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശി എന്താ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ മക്കളെ ഞാനൊരു കാര്യം ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, അല്ലെങ്കിലും ഈ സേറാമ്മയുടെ എന്തിനാണ് നമ്മളെങ്ങനെ ശല്യം ചെയ്യുന്നത്, നിങ്ങൾ രണ്ടുപേരെങ്കിലും ലക്ഷ്യം വെച്ച് എന്തിനാണ് അവരിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ യശോദ അങ്ങനെ പറയുന്നുണ്ട്, അതിലിപ്പോൾ എന്താ സംശയം, ചന്ദ്രശേഖരൻ്റെ കൂടെ ഇരുന്നിട്ട് ചന്ദ്രശേഖരൻ പറഞ്ഞതുകൊണ്ട് അവർ ചെയ്യുന്നുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും അല്ല, എനിക്കിങ്ങനെ തോന്നുന്നത് അവർക്ക് ചന്ദ്രശേഖരൻ്റെ അടുത്ത് നിന്ന് അവരെങ്ങനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നതിനെക്കാട്ടിലും മറ്റെന്തൊക്കെയോ ലക്ഷ്യമുണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കണിമംഗലത്തേക്ക് അവർ ആദ്യമായിട്ട് കാല് കുത്തിയ സമയത്ത് ഈ ചന്ദ്രശേഖരനെ സഹായിക്കാൻ വേണ്ടി അവരുടെ സുഹൃത്തുക്കളായിട്ട് കണിമംഗലത്ത് വന്ന് അവർ നമ്മളെ രക്ഷിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് വേറെ എന്തൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ എന്നൊക്കെ തോന്നുന്നത്.
തോന്നുന്നത്. അവർക്ക് മുൻകൂട്ടി എന്തൊക്കെയോ പ്ലാൻ ഉള്ളതുപോലെ അവർ ആദ്യമായി കണിമംഗലത്ത് വന്ന സമയത്തും അവരോരോ സംസാരിക്കുന്നതും എന്തൊക്കെയോ അളന്ന് മുറിച്ച് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയോ ലക്ഷ്യം വെച്ച് കണിമംഗലത്തേക്ക് എത്തിപ്പെട്ടതുപോലെ അവരെന്തായാലും അപ്പം തന്നെ കണിമംഗലത്ത് എത്തിപ്പെട്ടതാണ് എനിക്ക് തോന്നുന്നില്ല. അവർ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താകും കണിമംഗലത്ത് എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവരങ്ങനെ ശ്രമിച്ച് അവസാന ശ്രമത്തിലായിരിക്കും വേണമെങ്കിൽ ആ സമയത്ത് കണിമംഗലത്ത് എത്തിയത്. അത് ചന്ദ്രശേഖരൻ ഒരു നിമിത്തം മാത്രമായിട്ട് അവിടെ എത്തിച്ചേർന്നതാണ് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ചന്ദ്രശേഖരനെ സഹായിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല അവരങ്ങോട്ട് എത്തിയത്. അവർക്ക് വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. മാത്രമല്ല ഞാൻ അവരുടെ മുഖം എവിടെയോ കണ്ടു മറന്ന പോലെ നല്ല ഓർമ്മയുണ്ട്. അവരുടെ ആ മുഖം ആദ്യം തന്നെ കണ്ടപ്പോഴേ എനിക്കിങ്ങനെ തോന്നിയിരുന്നു ഇവരുടെ ഇതേ ഒരു മുഖമുള്ള മറ്റാരെയോ എനിക്ക് നല്ല പരിചയമുള്ള പോലെ. എവിടെയോ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ അവരുടെ ആ ഒരു മുഖം ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. അവരെ എനിക്ക് എവിടെയോ കണ്ട് മറന്ന നല്ല പരിചയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവർക്ക് കണിമംഗലമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടാകും. ഈ ചന്ദ്രശേഖരൻ മാത്രമല്ല, അവർക്ക് മറ്റൊരു കണക്ഷൻ ഈ കണിമംഗലത്തിനോട് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ മുത്തശ്ശി സംശയം പറയുമ്പോഴൊക്കെ ഈ യശോദയുടെ മുഖം ഇങ്ങനെ പേടിയുടെ ഒരു മുഖഭാവമായിട്ട് അങ്ങ് മാറുന്നുണ്ട്. അപ്പോൾ തന്നെ രാധികായി ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശി അമ്മ ഇപ്പോൾ ആകെ പേടിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ തന്നെ ഈ മുത്തശ്ശി ഇങ്ങനെ ഈ യശോദനോട് പറയുന്നുണ്ട്, എന്തിനാ യശോദ നീ ഇങ്ങനെ പേടിക്കുന്നത്? അങ്ങനെ പേടിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മുടെ സംശയം എന്താണ് എന്നുള്ളത് നമ്മുടെ കുട്ടികളോട് പറയണ്ടേ? അപ്പോഴല്ലേ അവർക്കൊരു പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയൊരു അപകടം വരാനുണ്ട് എന്നുള്ളത്. അല്ലാതെ നമ്മുടെ സംശയമൊന്നും മിണ്ടാതിരുന്ന് പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് പറയാനുള്ളത് പറയുക തന്നെ വേണം. അതുകൊണ്ട് അതിനൊന്നും പേടിക്കണ്ട. പക്ഷേ ആ ഒരു മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഇവരകത്തേക്ക് പോകുന്ന സമയത്ത് യശോദ അതൊക്കെ നോക്കിയിട്ട് പിന്നാലെ തന്നെ അങ്ങ് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന രാധിക ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ട് എന്ന് വരുണിന് തോന്നുന്നുണ്ടോ എന്നൊക്കെ രാധിക അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, മുത്തശ്ശി ഇത്ര സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എന്തൊക്കെയോ മുത്തശ്ശിക്ക് ഇങ്ങനെ സംശയം നമുക്ക് തള്ളിക്കളയാനും വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ തന്നെ ഈ വരുണ് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും അവരാരാണ് എന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മനസ്സിലായിക്കോളും ഈ സേറ എന്നുള്ള ആൾ. അല്ലാതെ ഇപ്പോൾ നമ്മളതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് പോയിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നമുക്കൊന്നും എന്തായാലും അത് കിട്ടാൻ പോകുന്നില്ല. ഇനി അതൊക്കെ മനസ്സിലായിക്കോളും എന്നൊക്കെ ഇങ്ങനെ അവരങ്ങ് പറയുന്നുണ്ട്. പിന്നെ ആശ്രമത്തിൽ അവിടെയുള്ള അന്തേവാസികളെല്ലാവരും കൂടി പുറത്ത് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. അതിനടുത്ത് തന്നെ ആയിട്ട് ഒരു കുളമുണ്ട്. ആ കുളക്കരൻ്റെ അടുത്താണ് ഈ കുട്ടികളിങ്ങനെ ബോൾ തട്ടി കളിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ ശ്യാമയും ഒറ്റക്ക് ഇങ്ങനെ ഇരുന്നിട്ട് അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് എന്തൊക്കെയോ ഭ്രാന്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ചുരുണ്ടുകൂടി അങ്ങ് ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ള അന്തേവാസികളാണെങ്കിൽ അപ്പുറത്താണെങ്കിൽ കൂടിയിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ സംസാരത്തിലൊന്നും കൂടാതെ ഇങ്ങനെ ശ്യാമ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കുട്ടികളാണെങ്കിൽ അവിടെ മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ 3 സ്ത്രീകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ടോപ്പിക്ക് അവർ ശ്യാമനെ കുറിച്ച് അങ്ങ് സംസാരിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ അവരിങ്ങനെ ശ്യാമനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല അവരെന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ അവരൊന്നും മിണ്ടുന്നത് പോലും കേട്ടിട്ടില്ല. അവരെന്താ എപ്പോഴും ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അടുത്തുള്ള വേറൊരു ചേച്ചി പറയുന്നുണ്ട്, ഞാനും കണ്ടിട്ടില്ല അവരൊന്നും മിണ്ടുന്നത്. അവരൊന്നും മിണ്ടാതെ ഒറ്റക്ക് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ മൂന്നാമതൊരു ചേച്ചി പറയുന്നുണ്ട്, പക്ഷേ ഞാൻ അവരോട് സംസാരിക്കാൻ പോയതാണ്. ആ സമയത്ത് ഞാൻ അവരുടെ പേര് മാത്രം ചോദിച്ചു. ആ സമയത്ത് അവരിങ്ങനെ ഏഞ്ചൽ മേരി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വേറെ ഞാൻ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ട് ഒന്നും അവർ മിണ്ടുന്നില്ല. അവരൊന്നും മിണ്ടാതെ ഇരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഈ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും അവരേതോ വലിയ പണക്കാരുടെ വലിയ വീട്ടിലുള്ളതാണ് എന്നാണ് തോന്നുന്നത്. അവരെ കൊണ്ടുവന്ന ആളുകളൊക്കെ വലിയ ആൾക്കാരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ മറ്റു 2 അന്തേവാസികൾ പറയുന്നുണ്ട്, അതിന് നീ അവർ കൊണ്ടുവന്നത് ആരായിരുന്നു എന്നൊക്കെ കണ്ടിട്ടുണ്ടോ? അവർ രാത്രിയിലല്ലേ കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ എങ്ങനെ നീ കണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ ആ ഊർമിള ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതാണ്. അവരുടെ വീട്ടുകാരോട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ വലിയ ആളുകളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ തൊട്ട് പിറകെ തന്നെ ഈ ഊർമിള അങ്ങ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് അങ്ങ് ഷൗട്ട് ചെയ്യണം, എന്താ നിങ്ങൾ ഞാൻ ഫോൺ വിളിച്ചത് ഇങ്ങനെ കേട്ടത്? നിങ്ങളെന്താ ഞാൻ ഫോൺ വിളിച്ചത് അങ്ങ് മാറി നിന്ന് അങ്ങ് കേട്ടോ? എപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ തുടങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ആ സ്ത്രീനോട് അങ്ങ് ഷൗട്ട് ചെയ്യണേ. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ ഊർമിള ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഞാൻ ഇവരെ ഇങ്ങനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ തന്നെ ഊർമിള പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തരികിട ഇവിടെ ഒപ്പിക്കുക എന്തെങ്കിലും ചെയ്താൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്, ഇനി നിങ്ങൾ ആരെയാണ് ഇവിടെ നിങ്ങളെ കൊണ്ടാക്കിയത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെ ഇവിടെ നിന്ന് ശിക്ഷിച്ചാലോ അല്ലെങ്കിൽ നോക്കിയാലോ അല്ലെങ്കിൽ ഉപദ്രവിച്ചാലോ
ആരും ചോദിക്കാനും വരുന്നില്ല. കാരണം നിങ്ങളെ കൊണ്ടാക്കിയ ആളുകളൊന്നും ഇതൊന്നും അന്വേഷിക്കാനേ ഇങ്ങോട്ട് വരില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താലും ആരും ഇവിടെ നിന്നൊന്നും ചോദിക്കാൻ വരില്ല. അതിൻ്റെ ഒരു ബോധം നിങ്ങൾക്ക് നന്നായിട്ട് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഊർമിള അവരെ അങ്ങ് ഷൗട്ട് ചെയ്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് ചേച്ചിമാർ ഈ ഒരു ചേച്ചിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഊർമിള ഫോൺ വിളിച്ചതൊക്കെ കേട്ട് എന്നൊക്കെ കള്ളം പറഞ്ഞത്? അതും ആ ഊർമിളനെ പറ്റി അവരെന്താ ചെയ്യുകയെന്ന് പറയാൻ പറ്റില്ല, അവരെന്താ ഉപദ്രവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ഈ ചേച്ചിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് ബോൾ അങ്ങ് വെള്ളത്തിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവർ എല്ലാവരും കൂടിയിട്ട് കരയിൽ ഇങ്ങനെ നിന്നിട്ട് അയ്യോ നല്ല രസം പിടിച്ച് വരികയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ബോൾ പോയത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആ ബോൾ കിട്ടാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇറങ്ങി അങ്ങ് എടുത്താലോ എന്നൊക്കെ പറയുമ്പോൾ വേറൊരു കുട്ടികളൊക്കെ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അത് വലിയ അപകടം വരുത്തും എന്നൊക്കെ ഇങ്ങനെ പറയണം. മാത്രമല്ല അവരാരെങ്കിലും കണ്ടാൽ നമ്മൾ നല്ല ഷൗട്ട് ചെയ്യുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി വേഗം പോയിട്ട് ഒരു കമ്പ് എടുത്ത് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവൾ ആ ബോൾ അങ്ങ് തുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അവരങ്ങ് ഏന്തി ആ വെള്ളത്തിലൂടെ ഇങ്ങനെ ആ ബോൾ അങ്ങ് കിട്ടാൻ വേണ്ടി ആ ഒരു കമ്പ് എടുത്തിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ എന്തായാലും എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനി അടുത്ത എപ്പിസോഡിലാണെങ്കിൽ ആ കുട്ടി ആ വെള്ളത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് ആ മുങ്ങി പൊന്തുന്നതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്യാമ വന്ന് രക്ഷിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അവസാനം ഈ കുട്ടീനെ അവിടെ ആ റൂമിൽ ആശ്രമത്തിൽ ഇങ്ങനെ കിടത്തുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഈ ശ്യാമ അങ്ങനെ ഇരിക്കുന്നുണ്ട്, മോള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് തന്നെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഊർമിള വന്നിട്ട് നേരെ ഈ ശ്യാമയുടെ അടുത്ത് വന്ന് അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്, നീ റൂമിലേക്ക് പോയിക്കോ എന്നൊക്കെ പറയുമ്പോൾ ഈ ശ്യാമ വേണ്ട, ഞാൻ തന്നെ കൊച്ചിനെ നോക്കിക്കോളാം, ഞാൻ തന്നെ ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഊർമിള ഭയങ്കര ഷൗട്ടായിട്ട് അവളോട് അങ്ങ് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ റൂമിലേക്ക് പോകാനല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യണം. ആ സമയത്ത് ശ്യാമയുടെ മുഖം അങ്ങ് ഭാവം അങ്ങ് മാറിയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ അങ്ങ് ഈ ഊർമിളനെ അങ്ങ് നോക്കുകയാണ്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ നോക്കുമ്പോൾ തന്നെ പിന്നെ ഊർമിള ആകെ പേടിച്ച് പോകുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ രാധയൊക്കെ ഒരു ഓർഡർ വരുന്നൊക്കെ ഉണ്ട്, 40 ആൾക്കാർക്കുള്ള ഭക്ഷണപ്പൊതി കൊടുക്കാൻ. അപ്പോൾ അതിലൊരാൾ വിളിച്ചിട്ട് അവളോട് പറയുന്നുണ്ട്, ഭക്ഷണപ്പൊതിയിൽ ചില ആളുകൾക്കൊക്കെ ഈ ആറ്റുവാശ്ശേരി സദ്യ വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈ ഓർഡർ അങ്ങ് ക്യാൻസൽ ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ രാധിക ഭയങ്കര ടെൻഷനായി നിൽക്കുന്ന സമയത്ത് ഈ യശോദ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ഇത്ര ടെൻഷൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, ആ 40 ആൾക്കാർക്കുള്ള ഓർഡർ അത് ക്യാൻസലായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൾ നിരാശയായിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ യഥാർത്ഥത്തിൽ ഈ സാറ ആരാണ് എന്നുള്ള ആ ഒരു ധാരണ എന്തായാലും കിട്ടുമോ ഇല്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.